ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഷവർമയുടെ ടേസ്റ്റ് വരുന്ന ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരു പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുള്ള പാലിൽ പഞ്ചസാരയും ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫെർമെൻ്റ് ആയ ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലും വെള്ളവുമാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അല്പം സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലും ഈ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതൊരു 2 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ കുരു പോലത്തെ ഈസ്റ്റ് ആണെങ്കിൽ അതിലും കൂടുതൽ ടൈം എടുക്കും. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും അല്പം മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ചെറിയ പീസാക്കിയിട്ട് ഒന്ന് നുള്ളിയെടുക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി കുഴച്ചെടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന സോസ് പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസാണ് നിങ്ങൾ എടുക്കേണ്ടത്. എന്നിട്ടിത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സിലാണ് ഇതിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ തിക്ക് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഓരോ കുബൂസും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. സാധാരണ ചട്ടിപ്പത്തിരി ചെയ്യുന്ന പോലെ ചപ്പാത്തി വെച്ചിട്ടും അല്ലെങ്കിൽ ദോശ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പോളം ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും ചെറിയൊരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു പകുതി തക്കാളിയും പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി കുക്കുംബർ എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞ ശേഷം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഞാൻ 3 ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ 3 ഫ്ലേവറിലുള്ള മയണൈസ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഒന്നിൽ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള മയണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് എഗ്ലെസ് ആയിട്ടുള്ള മയണൈസാണ്. വേറെ ഒന്നിൽ ഗ്രീൻ കളറിലുള്ള മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ റെഡ് കളറിലുള്ള മയണൈസും. ഇനി ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സോസ് പാൻ എടുത്തിട്ട് അതിൻ്റെ താഴെയും സൈഡിലൊക്കെ നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുബൂസും ഈ മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുബൂസ് പരത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ സോസ് പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അതിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏറ്റവും താഴത്തെ ലെയറിലും മുകളിലത്തെ ലെയറിലും പ്ലെയിൻ ആയിട്ടുള്ള മയണൈസ് ചേർത്തിട്ടുള്ള ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കുബൂസ് മുട്ടയിൽ മുക്കിയിട്ട് അതിന് മുകളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
അങ്ങനെ 4 ലെയറും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലത്തെ കുബൂസും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ ബാക്കി വരുന്ന ഈ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ ഒന്നായിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം കൂടി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ അട്ടിപ്പത്തിരിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.